ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ഉച്ചയ്ക്ക് വലിയൊരു അടി നടന്നു. അനുവും ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരുമായിട്ടാണ് അടി നടന്നത്. അതിൽ അനീഷ് മാത്രമില്ല. കാരണം അനീഷ് അനുവിനാണ് സപ്പോർട്ട് ചെയ്തത്. ബാക്കി എൻ്റയർ ഹൗസ് അനുവിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. എന്താണ് മാറ്റർ എന്ന് പറയാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. ഇന്നലെ മുതലാണ് പുതിയ കിച്ചൺ ടീം ഏറ്റെടുത്തേക്കുന്നത്. കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ സാബുമാനാണ്. കൂടെ ഉള്ളതാണ് അനുവും ആദിലയും. പക്ഷേ ഇന്നലെ മുതൽ ലൈവ് എൻറ്റയർ ആയിട്ടിരുന്ന് കണ്ടവർക്ക് അറിയാം, അനു മാത്രമാണ് അവിടെ നിന്ന് കംപ്ലീറ്റ് ഭക്ഷണവും ഉണ്ടാക്കുന്നത്. ഒരു തരത്തിലുള്ള യാതൊരുവിധ നല്ല സപ്പോർട്ടും ഈ സാബുവിന്റെ ഭാഗത്തുനിന്നും അതിലയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല. ഓക്കെ, അതിലെ പോയി ഫോഴ്സ്ഫുള്ളി വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഈവൻ സവാള വരെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇന്നലെ രാത്രി അത് നിങ്ങൾ കണ്ടതാണ്. അപ്പം അതിലേക്ക് എണീറ്റ് വരുന്നതിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ദേഷ്യമാണ് അതിൽ പ്രകടിപ്പിക്കുന്നത്. നൂറ പുഷ് ചെയ്ത് വിട്ടിട്ടാണ് അതിലെ പോകുന്നത്. സോ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ആതിരയുടെ ഭാഗത്തുനിന്ന് കിച്ചണിലേക്ക് അനുവിന് സപ്പോർട്ട് കിട്ടാറില്ല. പുള്ളിക്കാരി 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിന്നാണ് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. എന്താണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങുന്നത്. എന്താണ്, ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി. ഇന്ന് ചോറും മുട്ട പൊരിച്ചതും അതോടൊപ്പം തന്നെ പയറ് കറിയായിരുന്നു കറി. ഇതിലെല്ലാവർക്കും ഓരോ പോർഷനായിട്ട് വിളമ്പുന്നു. ഈ പോർഷനായിട്ട് വിളമ്പുന്നതിനിടയിൽ സാബുമാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ചും കൂടെ പയറ് കറി വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അനുവൾ പറഞ്ഞ് തരാൻ പറ്റത്തില്ല, കാരണം കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കറി വേണമല്ലോ. സോ രണ്ടാമത് ചോറ് ചോദിക്കുന്നവർക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അതിലിപ്പോൾ എന്താ തെറ്റ്? അത് ഏതൊരു വീടുകളിലും എല്ലായിടത്തും നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഇതല്ലേ. കുറച്ച് ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അതൊരു തത്തുല്യമായിട്ടുള്ള രീതിയിൽ കറി എടുത്ത് വെക്കുക എന്നുള്ളത് യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് പറഞ്ഞത്. കാരണം ഒരു ഇച്ചിരി കറിയൊന്നുമല്ല, എല്ലാവർക്കും ഒരേ രീതിയിൽ നല്ല രീതിയിൽ കറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് സാബു ചോദിക്കുന്നത്. കാരണം സാബുവിന് കുറച്ച് ചോറ് മതി, പക്ഷേ പയറായതുകൊണ്ട് പ്രോട്ടീൻ കുറച്ച് കൂടുതൽ വേണം. ആ ഇന്റൻഷനിലാണ് സാബു ചോദിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതായത് അനുവിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനുവിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതൽ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. സോ ഒരു ചാൻസ് കിട്ടുന്നു. അപ്പോൾ ഉടനെ ഇങ്ങോട്ട് തന്നേന്നും പറഞ്ഞ് കറി ഇവിടെ എടുക്കാൻ നോക്കുന്നു. ഞാൻ വിളമ്പാന്നും പറഞ്ഞ്. അപ്പോൾ അനു ഉടനെ മുട്ട വെച്ചുകൊണ്ടിരിക്കുന്ന അനു ഉടനെ പോയി, ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല, എനിക്കറിയാം, ഞാൻ വെച്ചതാണെങ്കിൽ എനിക്ക് വിളമ്പാനും എനിക്കറിയാമെന്ന് പറഞ്ഞ് അനു അതി കയറി പിടിക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയ അവസാനം അതിനകത്തേക്ക് സ്പൂണിനകത്തുള്ള കറി വരെ തറയെ തള്ളി പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. എന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം അനു തന്നെയാണ് വിളമ്പിയത്. എന്നിട്ട് ആ കറി മൊത്തം വിളമ്പി തീർന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആദ്യം തുടങ്ങുന്നത്, നീ കെട്ടിലമ്മ ചമയാണോ, നിന്റെ ആണോ ഈ അടുക്കള മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് അനുവിന് ഇനി പറയാനൊന്നുമില്ല. കുലസ്ത്രീ ചമയുന്നതല്ലേ, മറ്റതാണ്, നീ ഇവിടുത്തെ ആരെന്നാണ് നിന്റെ വിചാരം, നീ അതാണ് തേങ്ങയാണ് മറ്റതെന്നും പറഞ്ഞ് അയ്യോ. അപ്പോൾ അനു വിട്ടുകൊടുക്കുന്നില്ല. അനു നല്ലത് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ഒരു പണി എടുത്തിട്ടാണ് അതൊക്കെ എന്നെ പറയുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അനു നല്ല തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അടുത്ത പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ, നിനക്ക് ഇതൊക്കെ ഇനി വെളിയിലുള്ള ടീംസിനെ വെച്ചിട്ട് കട്ട് ചെയ്ത് വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ അഭിനയം അല്ലേ മറ്റതാണ്. ഇതിൻ്റെ ഇടയിൽ അക്ബർ പറയണേ, ഇതെന്താ ചോറ് ഇത്ര വേസ്റ്റ് ആയിട്ടിരിക്കുമല്ലേ, ഇതല്ലേ നീ കഴിഞ്ഞ ആഴ്ച ലാലേട്ടനോട് കാണിച്ചത് ചോറ് വേസ്റ്റ് ആക്കി വെച്ചേക്കുന്നത്. ഇവന്ത് പൊട്ടനാണോ മണ്ടനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒരു ബന്ധമില്ലാത്ത കാര്യം. അവിടെ ചോറ് കൊടുത്ത് കഴിഞ്ഞ് തീർന്നിട്ടില്ല. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാർക്ക് രണ്ടാമത് വേണമെന്നുള്ളവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചോറാണത്. അല്ലാതെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ചോറല്ല. രണ്ടും രണ്ട് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള അക്ബർ ഇല്ലാതെ അതിനിടയിൽ അനുവിനെ ചൊറിയാൻ നിൽക്കുന്നത്. ഇതിനിടയിൽ ഷാനവാസിന് മുട്ടയിൽ ഉള്ളി കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ അനുവിനെതിരെ ഷാനവാസ് വഴക്കുറയുന്നത്. സോ ഷാനവാസിനും കിട്ടിയ ചാൻസ് ആയിട്ട് ഷാനവാസും യൂസ് ചെയ്ത് ഷാനവാസും വഴക്കുറയുന്നത്. ഇതിൻ്റെ ഇടയിലാണ് അനീഷ് വന്ന് കയറിയിട്ട് പറയുന്നത്, എടാ നിർത്ത്, അനുവിൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്, അവൾ ചെയ്തതല്ലേ കറക്റ്റ് എന്ന് പറഞ്ഞ് അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതിലുടനെ ചോദിക്കുന്നത്, ചേട്ടനെ ഇപ്പോൾ ഈ ഇടയായിട്ട് മൊത്തം അനുവിൻ്റെ ഭാഗത്താണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, കാര്യമുള്ള സ്ഥലത്തല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. അനീഷ് കാര്യമുള്ള സ്ഥലത്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ യാതൊരുവിധ തെറ്റും ഞാൻ കാണുന്നില്ല. അനു പ്യുവർലി ഇൻറ്റൻഷനോടുകൂടി, നല്ല ഇൻറ്റൻഷനോട് കൂടിയാണ് മാറ്റി വെച്ചത്. അതൊരു അടി ഉണ്ടാക്കാനുള്ള ഇൻറ്റൻഷനേ അല്ലായിരുന്നു. ഭക്ഷണം ഇനിയും ചോറ് വേണ്ടവർക്ക് തത്തുല്യമായി കൊടുക്കാനുള്ള കറിയാണ് അവിടെ മാറ്റി വെച്ചത്. ഇനഫ് ആയിട്ടുള്ള കറി ഓൾറെഡി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. ഇത് പ്രശ്നം ഉണ്ടാക്കേണ്ട കീടം മൈൻഡ് വന്നത് നമ്മുടെ ആദിലയുടെ ഭാഗത്തു നിന്നാണ്. ആദിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതിനുശേഷം അനു കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ നെവിൻ കിച്ചൺ ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കാതെ അവിടെ പോയിരുന്ന് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. കരച്ചിൽ അറിയാമല്ലോ, ഫീൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിലവിളിയും കരച്ചിലും ബഹളമാണ് അനുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സോ അതുണ്ടാകുന്നു. അനീഷ് പോയി പുറകെ കടന്ന് സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ അനുവിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്നറിയാവോ? അനു ഇത്രയും 100% ഡെഡിക്കേഷൻ ചെയ്യരുത്. ഇത് സ്വന്തം വീടൊന്നും അല്ല, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. എന്തിനാണ് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത്? ഒരു ആത്മാർത്ഥതയുടെ ഒരാവശ്യമില്ല. എല്ലാവരും ചെയ്യുന്ന കണക്ക് അനു ചെയ്യുന്ന, മറ്റുള്ളവർ ചെയ്യുന്ന അതേ ജോലി തന്നെ അനുവും ചെയ്യണം. അല്ലാതെ ഞാൻ തന്നെ കയറി എല്ലാം ചെയ്യണമെന്നുള്ള ഈ ഡെഡിക്കേഷൻ ചെയ്തുള്ള ഈ ആത്മാർത്ഥത കുറച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് സംഭവം നടന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.